കടകളിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയേക്കാൾ നല്ലത് വീട്ടിലാട്ടിയതാണ് അല്ലേ? പക്ഷേ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണ പലപ്പോഴും പെട്ടെന്ന് കേടാകുന്ന പ്രശ്നം പലർക്കും ഉണ്ടാകാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വെളിച്ചെണ്ണ മാസങ്ങളോളം കേടുവരാതെ സൂക്ഷിക്കാം. കടയിൽ നിന്നും നമ്മൾ വാങ്ങുന്ന വെളിച്ചെണ്ണ സാധാരണയായിട്ട് ഫിൽട്ടർ ചെയ്തതായിരിക്കും. അതിൻ്റെ പൊടി, നനവ് ഇതെല്ലാം വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് കേടുവരാത്തത്. വെളിച്ചെണ്ണ കേടാകാനുള്ള കാരണങ്ങളും അതുപോലെ ഞാൻ വെളിച്ചെണ്ണ കേടുവരാതിരിക്കാൻ ചെയ്യുന്ന ചെറിയൊരു ടിപ്പും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കൊപ്രയൊക്കെ ഉണക്കി അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ ആട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പച്ച ടിന്ന് കണ്ടില്ലേ, അതിലാണ് ഞാൻ വെളിച്ചെണ്ണ ആട്ടിച്ച് വാങ്ങിക്കൊണ്ട് വന്നത്. പല ആളുകളും ചെയ്യുന്ന ഒരു തെറ്റാണ്, നമ്മൾ ആട്ടിക്കാൻ കൊണ്ടുവന്ന ആ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ട് വന്നാൽ അത് അങ്ങനെ വയ്ക്കും. നമ്മുടെ ആവശ്യത്തിന് ആ ഒരു പാത്രത്തിൽ നിന്ന് ഇങ്ങനെ കുറച്ചേച്ച് എടുക്കുകയാണ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ട് വന്നാൽ ഒരു ദിവസം അങ്ങനെ വയ്ക്കും. എന്നിട്ട് പിറ്റേന്നാകുമ്പോഴത്തേക്ക് ആ ഒരു വെളിച്ചെണ്ണ ഊറി തെളിയും. എന്നിട്ട് ഇതുപോലെ ഒരു വട്ടച്ചെമ്പ് എടുക്കും. അത് ഉണങ്ങിയതായിരിക്കണം കേട്ടോ, ഒട്ടും നനവ് പാടില്ല. അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ വെയിലത്ത് വയ്ക്കും കേട്ടോ. അത് മറ്റൊന്നും കൊണ്ടല്ല, അതിലെ നനവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു പാത്രത്തിൽ കണ്ടില്ലേ, അടിഭാഗത്ത് ആ ഒരു വെളിച്ചെണ്ണയും മട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അങ്ങനെ വെക്കാതെ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ കിട്ടും. ഈ ഒരു മട്ട് നമ്മൾ ആദ്യം കാണിച്ച ഒരു പാത്രത്തിലേക്ക് ഒന്നായിട്ട് ഇളക്കി ഒഴിക്കരുത്. അതായത് വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ട് വന്നാൽ ഈ ഒരു മട്ടോട് കൂടി വെളിച്ചെണ്ണ അങ്ങനെ വെക്കരുത്. നിങ്ങൾ ആട്ടിച്ചു കൊണ്ടുവന്നാൽ ഒരു ദിവസം വെളിച്ചെണ്ണ തൊടാതെ അനക്കാതെ അങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ അത് ഊറും. ഈ ഒരു മട്ടൊക്കെ അടിഭാഗത്ത് ഊറി നന്നായിട്ട് വെളിച്ചെണ്ണ തെളിഞ്ഞ് വരും. ആ ഒരു തെളിഞ്ഞ വെളിച്ചെണ്ണ വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കുക. അതുപോലെ ഈ ഒരു മട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. ഇത് രണ്ടും ഒരുമിച്ച് ഒരു പാത്രത്തിൽ തന്നെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു മാസം പോലും തികച്ച് ആ ഒരു വെളിച്ചെണ്ണ കിട്ടില്ല. ഇത് പെട്ടെന്ന് കാറൽ ചോയ്ക്കും. വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ട് വന്നാൽ ആ വെളിച്ചെണ്ണയ്ക്ക് ചെറിയൊരു ചൂടുണ്ടാവും. ആ ചൂടോടെ തന്നെ നമ്മൾ അടച്ച് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ആ ഒരു നീരാവി വെള്ളം വന്ന് വീഴും കേട്ടോ. അങ്ങനെയും പെട്ടെന്ന് കേടാവും. അതുകൊണ്ട് വെളിച്ചെണ്ണ അടച്ച് വെക്കാതെ ജസ്റ്റ് അടപ്പൊന്ന് ചെറുങ്ങനെ തുറന്ന് വെക്കുക കേട്ടോ. ഇതിപ്പോൾ രണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കാക്ക വന്ന് കൊത്തുന്നതിന് ഒരു വലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു സ്റ്റീൽ പാത്രത്തിലേക്കാണ് ഒഴിച്ച് വെക്കുന്നത്. ആ ഒരു സ്റ്റീൽ പാത്രം ഞാൻ നന്നായിട്ട് കഴുകി വെയിലത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 3/4 മണിക്കൂറിന് ശേഷം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് നേരമൊന്നും വെക്കരുത്. അങ്ങനെ വെച്ചാൽ വെളിച്ചെണ്ണയുടെ ഗുണം മാറും. അതുകൊണ്ട് വളരെ കുറഞ്ഞ സമയം മാത്രം വെക്കുക. അതിനുശേഷം ഞാൻ ഈ ഒരു വെളിച്ചെണ്ണ ആ ഒരു സ്റ്റീൽ പാത്രത്തിലേക്കാണ് മാറ്റുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണ സൂക്ഷിച്ച് വെക്കുന്നത് ഒന്നെങ്കിൽ സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബോട്ടിലായിരിക്കണം കേട്ടോ. ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെളിച്ചെണ്ണ എടുത്ത് വെക്കരുത്. ഇങ്ങനെ സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബോട്ടിലിലോ എടുത്ത് വെച്ചാൽ ഒരുപാട് നാൾ നമുക്ക് വെളിച്ചെണ്ണ കിട്ടും കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പാത്രത്തിന് ഒട്ടും നനവുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഈ ഒരു വെളിച്ചെണ്ണ ചൂടത്ത് വയ്ക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ ഒരു പാത്രവും വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിരുന്നു. അതുപോലെ ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ എടുക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സോ സ്പൂണോ ഒക്കെ ആണെങ്കിൽ അതിനും ഒട്ടും നനവ് പാടില്ല കേട്ടോ. നനവുള്ള കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒക്കെ വെളിച്ചെണ്ണ നമ്മൾ എടുക്കുമ്പം അത് പെട്ടെന്ന് കേടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ആ ഒരു മട്ട് കണ്ടില്ലേ, ആ ഒരു മട്ടിലും അത്യാവശ്യം വെളിച്ചെണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ മട്ട് ഇങ്ങനെ വെക്കുന്നതിനനുസരിച്ച് ആ മുകളിലുള്ള വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പം നമുക്ക് അത് കുറച്ചേച്ച് ഉപയോഗിക്കാം. ഇതിപ്പോൾ അത് മൊത്തം തെളിഞ്ഞ് വന്നിട്ടില്ല, കുറച്ചേ ആയിട്ടുള്ളൂ. ബാക്കി ഞാൻ അങ്ങനെ എടുത്ത് വെക്കാൻ കേട്ടോ. നമുക്ക് ഏകദേശം ആ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ 3/4 ഭാഗത്തോളം വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വെളിച്ചെണ്ണ എനിക്കൊരു 5-6 മാസത്തോളം കിട്ടും കേട്ടോ. പക്ഷേ അത്രയും ടൈം ഈ ഒരു വെളിച്ചെണ്ണ കേട് വരാതിരിക്കാൻ ഞാനൊരു സൂത്രം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാം. മറ്റൊന്നല്ല, കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ട് അതിലെ നനവും കാര്യങ്ങളൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. അതിനുശേഷം ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ മാറ്റിയതിന് ശേഷം ഒരു 10-12 കുരുമുളക് മണി അതിൽ ഇട്ട് കൊടുക്കുക. കുരുമുളക് എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, പൂപ്പലെന്നുള്ളത് ഒട്ടും എടുക്കരുത് കേട്ടോ. അതിനുശേഷം ഈ ഒരു പാത്രം നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയിട്ട് വെക്കുക കേട്ടോ. വെളിച്ചെണ്ണ ജസ്റ്റ് വെയിലത്ത് വെച്ചു, അതുപോലെ കുരുമുളക് ഇട്ടു, അതുകൊണ്ട് മാത്രം കാര്യമല്ല. ഈ ഒരു വെളിച്ചെണ്ണ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക, നനവുള്ള ഗ്ലാസ് സ്പൂണ് കയ്യിൽ ഒന്നും ഇട്ടിട്ട് ഈ ഒരു വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. ഇനി ഈ ഒരു മട്ട്, ഇതിലും അത്യാവശ്യം വെളിച്ചെണ്ണയുണ്ട്. പക്ഷേങ്കിൽ ഇത് കലങ്ങിക്കിടക്കുന്നത് കൊണ്ട് നമുക്കിപ്പോൾ എടുക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. പക്ഷേ ഇത് ഊറി വരും കേട്ടോ. നമ്മൾ നന്നായിട്ട് എടുത്ത് വെച്ചാൽ മതി.
ഈ ഒരു സംഭവമാണ് നമ്മുടെ വെളിച്ചെണ്ണയുടെ വില്ലന്. അതായത് ഇതോടുകൂടി വെളിച്ചെണ്ണ വെക്കുമ്പോഴാണ് വെളിച്ചെണ്ണ പെട്ടെന്ന് കേട് വരുന്നത്. അതാണ് അധികം ആളുകളും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ട് വന്നാൽ അങ്ങനെ എടുത്ത് അങ്ങനെ വെക്കും. എന്നിട്ട് പിന്നെന്താ പറയുക, മുകളിൽ നിന്ന് കുറച്ചേച്ച വെളിച്ചെണ്ണ ആവശ്യത്തിന് മാത്രം എടുക്കും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു മട്ട് എന്തായാലും നമ്മളിപ്പം അടുപ്പിൻ്റെ അടുത്താണ് കൊണ്ടുപോയി വെക്കുന്നത്. അടുപ്പിൻ്റെ അടുത്ത് വെച്ചാൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ അടുപ്പിൻ്റെ ചൂട് പറ്റുന്ന സമയത്ത് ഈ ഒരു വെളിച്ചെണ്ണ പെട്ടെന്ന് തെളിഞ്ഞ് വരും കേട്ടോ. അത് മാത്രമല്ല നമ്മളോട് മറന്നും പോവില്ല. നമ്മൾ അടുപ്പത്ത് കറിയൊക്കെ വറവിടുക കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വേഗം ഈ ഒരു വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചാൽ മതി. അങ്ങനെ ഈ ഒരു വെളിച്ചെണ്ണ നമുക്ക് ഉപയോഗിക്കാം. ലാസ്റ്റ് ആ മട്ട് കുട്ടികളുടെ ദേഹത്ത് അതുപോലെ നമ്മുടെ കാലിനൊക്കെ തേച്ച് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ. ഒരു ദിവസത്തിന് ശേഷം അടുപ്പിൻ്റെ അടുത്ത് സ്റ്റീൽ പാത്രത്തിൽ വെച്ച വെളിച്ചെണ്ണ ഞാൻ ഇന്ന് എടുത്ത് നോക്കുന്നുണ്ട്. അത് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു തെളിഞ്ഞ് വന്ന വെളിച്ചെണ്ണ നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം. ഈ ബോട്ടിൽ നമ്മൾ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന ബോട്ടിലാണ്. എടുത്ത് വെക്കുന്നതല്ല, അടുക്കളയിൽ ആവശ്യത്തിന് എടുക്കുന്നതാണ്. അതിലേക്ക് ഒഴിച്ച് വെക്കാം. ഇതിപ്പം ഫുള്ളായിട്ട് തെളിഞ്ഞ് വന്നിട്ടില്ല, കാണുന്നില്ലേ മട്ട് അതിൻ്റെ കൂടെ വരുന്നുണ്ട്. പക്ഷേ ആ ഒരു മട്ട് നമ്മൾ ബോട്ടിലേക്ക് ആക്കരുത്. ആ ഒരു മട്ട് ബോട്ടിലായാൽ അത് ബോട്ടിലിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഊറിക്കിടക്കും. പിന്നീട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിനനുസരിച്ച് കുറേ കഴിയുന്ന സമയത്ത് ആ ഒരു വെളിച്ചെണ്ണയ്ക്ക് കേട് വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ബോട്ടിലിന് സ്മെല്ലൊക്കെ വരും. അതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, കഴിയുന്നതും മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിങ്ങനെ വെളിച്ചെണ്ണ എടുത്ത് വയ്ക്കുന്ന ബോട്ടിൽ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ വെളിച്ചെണ്ണേൻ്റെ മുകളിലേക്ക് തന്നെയാണല്ലോ നമ്മൾ പുതിയ വെളിച്ചെണ്ണകൾ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അഴുക്കും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ ഊറിക്കിടക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് വെളിച്ചെണ്ണ ബോട്ടിൽ ക്ലീൻ ചെയ്യുന്നതും നല്ലതാണ്. പിന്നെ ഈ ഒരു തേങ്ങാപ്പിണ്ണാക്ക് ഇത് നമുക്കിപ്പോൾ ആട്ടിച്ചിട്ട് അവിടുന്ന് കിട്ടിയതാണ്. ഇതൊരു 3 കിലോയോളം വരുന്നുണ്ട്. ഇത് ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നതാണ്. കാരണം എനിക്ക് കോഴിയുള്ളത് കൊണ്ട് അതിന് ചോറിൻ്റെ കൂടെയൊക്കെ പുതിർത്തി കൊടുക്കാം. ഇനി നിങ്ങളെടുത്ത് കോഴിയില്ല, നിങ്ങൾക്കിത് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്കിത് തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഇനി കിലോ 25 30 എങ്ങാനും പൈസ കിട്ടും. അവർ നമുക്ക് ആ ഒരു പൈസ തിരിച്ചിങ്ങോട്ട് തരുന്നതാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് വെളിച്ചെണ്ണ ഒരുപാട് നാൾ കേട് വരാതെ സൂക്ഷിച്ചെടുത്ത് വെക്കാൻ കഴിയും കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, കാര്യമായിട്ട് നനവും അതുപോലെ ആ ഒരു അടിയിലുള്ള ഒരു മട്ടുണ്ടല്ലോ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളും വെളിച്ചെണ്ണ കേട് വരാതിരിക്കാൻ എങ്ങനെയാണോ ചെയ്യാറ്, നിങ്ങൾ ചെയ്യുന്ന രീതി ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ.